നമസ്കാരം. ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലങ്ങളിലൊന്നാണ് ദേവികുളം. ഇവിടെ മൂന്ന് മുന്നണികളുടെയും പ്രധാന പ്രചാരണ വിഷയം വികസനം തന്നെ. 10 വർഷത്തെ LDF ഭരണകാലത്ത് മണ്ഡലത്തിൽ വികസന കുതിപ്പുണ്ടായിട്ടുണ്ടെന്നും തുടങ്ങി വച്ചിട്ടുള്ളതും പരിഗണനയിലുള്ളതുമായ ബഹുമുഖ വികസന പദ്ധതികൾ പൂർത്തീകരിക്കുന്നതിനും ഭരണ തുടർച്ചയ്ക്കുമായി തന്നെ വിജയിപ്പിക്കണമെന്നുമാണ് LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് A. രാജ വോട്ടർമാരുടെ മുമ്പാകെ ഉന്നയിക്കുന്ന ആവശ്യം. കഴിഞ്ഞ 10 വർഷക്കാലം മുമ്പെങ്ങുമില്ലാത്ത വികസന പ്രവർത്തനങ്ങളാണ് നടന്നിട്ടുള്ളതെന്നും ഇക്കാര്യം ജനങ്ങൾക്ക് ബോധ്യമുണ്ടെന്നും അതിനാൽ ഈ തെരഞ്ഞെടുപ്പിലും വോട്ടർമാർ ഇടതുപക്ഷത്തെ കൈവിടില്ലെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും രാജ പറയുന്നു. രാജയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി അച്ചടിച്ചിറക്കിയിട്ടുള്ള വികസന രേഖ 2021-2026 LDF സർക്കാർ മണ്ഡലത്തിൽ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ അക്കമിട്ട് നിരത്തിയിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ സഹായ നിധിയിൽ നിന്നും മണ്ഡലത്തിലെ 12 പഞ്ചായത്തുകളിൽ ചികിത്സാ ധനസഹായമായി 17,41 ലക്ഷം രൂപയും പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽ ഉൾപ്പെടുന്ന രോഗികൾക്ക് ചികിത്സാ ധനസഹായമായി 5,23 ലക്ഷം രൂപയും അനുവദിപ്പിച്ചതായും ലൈഫ് ഭവന പദ്ധതിയിൽ മണ്ഡലത്തിലെ 12 പഞ്ചായത്തുകളിലായി 6,579 വീടുകൾ അനുവദിച്ചതായും വികസന രേഖയിൽ പറയുന്നു. വിവിധ വകുപ്പുകൾക്ക് കീഴിൽ പൂർത്തിയാക്കിയ വികസന പദ്ധതികളെക്കുറിച്ചും ചിലവായ തുകയെക്കുറിച്ചുമെല്ലാം വികസന രേഖയിൽ വിശദീകരിച്ചിട്ടുണ്ട്. ഇതിനു പുറമെ നിർമ്മാണം നടക്കുന്നതും ഉടൻ നിർമ്മാണം ആരംഭിക്കുന്നതുമായ പദ്ധതികളെക്കുറിച്ചും വിശദീകരിച്ചിട്ടുണ്ട്. അടിസ്ഥാന മേഖലയിൽ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾക്കാണ് വികസന രേഖയിൽ മുൻഗണന നൽകിയിട്ടുള്ളത്. 45 റോഡുകൾ നിർമ്മാണം പൂർത്തിയാക്കിയതായും 4 റോഡുകളുടെ നിർമ്മാണം പുരോഗമിക്കുന്നതായും 5 റോഡുകളുടെ നിർമ്മാണം ഉടൻ ആരംഭിക്കുമെന്നും ഈ രേഖയിൽ പറയുന്നുണ്ട്. മന്നാങ്കണ്ടം, വെള്ളത്തൂവൽ, ആനവിരട്ടി, മാങ്കുളം, കൊട്ടക്കാമ്പൂർ, കുഞ്ചിത്തണ്ണി എന്നീ വില്ലേജ് ഓഫീസുകൾക്ക് 44 ലക്ഷം രൂപ വീതം ചിലവിൽ പുതിയ കെട്ടിടം നിർമ്മിച്ചതും ജലസുരക്ഷ ഉറപ്പാക്കാൻ മണ്ഡലത്തിൽ 709.99 കോടി രൂപ ചിലവഴിച്ചതും 55.58 കോടി രൂപ ചിലവിൽ പട്ടിശ്ശേരി ഡാം നിർമ്മാണം പൂർത്തിയാക്കിയതുമെല്ലാം വികസന രേഖയിൽ പദ്ധതികളുടെ ലിസ്റ്റിൽ ഇടം പിടിച്ചിട്ടുണ്ട്. ആരോഗ്യം, വിദ്യാഭ്യാസം, ടൂറിസം, വൈദ്യുതോൽപാദനം എന്നിങ്ങനെ വിവിധ മേഖലകളിൽ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളുടെ നീണ്ട നിര തന്നെ ഈ ലഘുലേഖയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. എന്നാൽ A. രാജയുടെ പ്രചാരണത്തിൽ കഴമ്പില്ലെന്നും കഴിഞ്ഞ 10 വർഷക്കാലം മണ്ഡലത്തിൽ വികസന മുരടിപ്പാണ് അനുഭവപ്പെട്ടതെന്നും NDA UDF മുന്നണി നേതാക്കൾ ആരോപിക്കുന്നു. പട്ടയം, മൂന്നാറിലെ നിർമ്മാണ നിരോധനം, തോട്ടം തൊഴിലാളികളുടെ പുനരധിവാസം തുടങ്ങിയ അടിസ്ഥാന പ്രശ്നങ്ങളിൽ LDF സർക്കാരിന്റെ ഭാഗത്തു നിന്നും കാര്യമായ ഇടപെടൽ ഉണ്ടായിട്ടില്ലെന്നും ജനവഞ്ചനയുടെ 10 വർഷങ്ങളാണ് കടന്നുപോയതെന്നുമാണ് UDFന്റെ വാദം. തോട്ടം തൊഴിലാളികളുടെ ക്ഷേമ പ്രവർത്തനങ്ങളിലും അടിസ്ഥാന മേഖലയിലെ പ്രശ്നങ്ങളിലും LDF സർക്കാരിന്റെ ഭാഗത്തു നിന്നും കാര്യമായ ഇടപെടൽ ഉണ്ടായിട്ടില്ലെന്നാണ് NDA പക്ഷത്തിന്റെ വാദം. ജിഷ കണ്ണാടൻ, മറയൂർ വിഷൻ.